ആങ്സൈറ്റി ഒത്തിരി അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നാം ഈ ആങ്സൈറ്റി ഒരു തീഫാണെന്ന്, ഒരു കള്ളൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സമാധാനം, നമ്മുടെ ഉറക്കം, സന്തോഷം, ആരോഗ്യം ഒക്കെ മോഷ്ടിക്കുന്ന ഒരു കള്ളനാണ് ആങ്സൈറ്റി. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തിരിച്ചും തോന്നാം ഈ ആങ്സൈറ്റി ആണല്ലോ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ കാരണം. ഉദാഹരണമായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കാൻ കാരണം തോക്കുമെന്നുള്ള പേടിയുള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ചില അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം ഞാനത് ആങ്സൈറ്റി കാരണം വേണ്ടെന്ന് വെച്ചതുകൊണ്ടല്ലേ. ഇങ്ങനെ ഈ ആങ്സൈറ്റി ഒരു മിക്സഡായ ഒരു ഫീലിംഗ് ആണ് പലരിലും ഉണ്ടാക്കുന്നത് പല സന്ദർഭങ്ങളിലും. ഇവിടെ നമുക്ക് ആങ്സൈറ്റിയെ പറ്റി ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ആങ്സൈറ്റിനെ അതിജീവിക്കാനുള്ള, ഓവർകം ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലാണ്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ആങ്സൈറ്റിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ആങ്സൈറ്റി ഈസ് എസെൻഷ്യൽ ടു സർവൈവ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. അത് ജസ്റ്റ് ഒരു നോർമലായ കാര്യം എന്നതല്ല, അത് നമുക്ക് എസെൻഷ്യലാണ്. നമുക്ക് പല അപകടങ്ങളെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്, അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് വിഷമുള്ളൊരു പാമ്പ് നമുക്ക് കുറുകെ നമ്മൾ പോവുകയാണ്. കടികൊള്ളാൻ വളരെ സാധ്യതയുണ്ട്. നമ്മളത് വളരെ അടുത്താണ് അത് തിരിച്ചറിഞ്ഞ് ഉടൻ തന്നെ നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യും, ഇത് അപകടമാണ്. ഉടൻ തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ കുറേ മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ ബോഡിയിലേക്ക് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പെട്ടെന്ന് തന്നെ റിലീസാവും. നമ്മളത് വളരെ ക്വിക്കായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ശരീരം വളരെ ആക്റ്റീവാവും, മനസ്സ് വളരെ ഷാർപ്പാവും. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അത് ബിഹേവ് ചെയ്യും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പാമ്പിനെ കടന്നു കളയും. അതും അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ പേടിയും ടെൻഷനൊക്കെ കണ്ട് പാമ്പ് പേടിച്ചോടും. ഏതായാലും പാമ്പ് കടി ഇല്ലാതെ നമ്മൾ രക്ഷപ്പെടും. ഓക്കെ, ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ആങ്സൈറ്റി. ഇതുപോലെ പല അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ അപകടത്തെ പെട്ടെന്ന് ക്വിക്കായി മനസ്സിലാക്കാനും അതിന് കണക്കായിട്ട് പ്രോസസ്സ് ചെയ്യാനും നമ്മളെ അതിന് ആവശ്യമായ അവിടുന്ന് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള ക്വിക്കായ ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിലൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന എസെൻഷ്യലായ പോസിറ്റീവായൊരു കാര്യമാണ് ആങ്സൈറ്റി. ഇവിടെ ഒരു ചോദ്യം, ആങ്സൈറ്റി ഡിസോർഡറോ? ഈ ആങ്സൈറ്റി ഒരു പ്രശ്നമാണെന്നല്ലേ ഇതുവരെ നമ്മൾ കേട്ടേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നേക്കുന്നത്? മുമ്പ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ആങ്സൈറ്റി ഒരു തീഫ് പോലെയാണ്, നമ്മുടെ സന്തോഷവും ഉറക്കമൊക്കെ കറയുന്ന കള്ളനാണെന്നൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. വളരെ എസെൻഷ്യലായിരിക്കുന്ന, വളരെ പോസിറ്റീവായിരിക്കുന്ന ഈ ആങ്സൈറ്റി ചില സന്ദർഭങ്ങളിൽ നമുക്ക് എഗെയിൻസ്റ്റായിട്ട് മാറും. ഉദാഹരണമായിട്ട് നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് നമ്മുടെ സൈനികർ. എല്ലാ രാജ്യത്തും ഉണ്ട് സൈനികരല്ലേ. ഇതേ സൈനികർ അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് എതിരായി മാറിയാലോ, സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് എതിരായിട്ടും മാറിയാലോ, ഇതുപോലെയുള്ള ഒരു സംഭവമാണ് ആങ്സൈറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ ആങ്സൈറ്റി നമുക്ക് എതിരായിട്ട് മാറുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ കുറച്ച് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ശരിക്കും ഒരു പാമ്പിനെ ഫേസ് ചെയ്യുമ്പം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ബോഡിയിലും നമ്മുടെ മൈൻഡിലൊക്കെ ഉണ്ടാകുന്ന റാപ്പിഡായ ചില റെസ്പോൺസസ്, അതുണ്ടാക്കുന്ന ചില ചേഞ്ചസ്, അതുവഴി ആ അപകടത്തിൽ നിന്ന് നമുക്ക് ഫ്രീ ആവാൻ വേണ്ടി പറ്റുന്ന കണ്ടീഷൻ. പക്ഷേ വേറെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവിടെ പാമ്പില്ല എങ്കിലും നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ ആ പാമ്പ് ഉണ്ടാവും എന്ന് ഒരു ഇമാജിനേഷനിൽ അല്ലെങ്കിൽ ഒരു സാധ്യതയെ എക്സാജറേറ്റ് ചെയ്ത് നമുക്ക് അതേ റെസ്പോൺസ് നമ്മുടെ ബോഡിയിലും നമ്മുടെ മൈൻഡിലും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ഉണ്ടാവുകയാണ്. അതെന്തായിരിക്കും ഒരു അവസ്ഥ ഉണ്ടാക്കുക? നമ്മൾ വല്ലാതെ ടയേർഡാവും. നമ്മുടെ അനുദിന ജീവിതത്തെ പലതിനെയും ബാധിക്കും. നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് അത് മാറും. ഇതുപോലൊരു കണ്ടീഷനാണ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു ആൾക്കാരെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് പേര്, ഒരു ചെറിയൊരു ടീമുണ്ട്, അവർ നല്ല മനുഷ്യരാണ്, അവർ നമ്മളെ കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുകയാണ് അവരെല്ലാം നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോവുക, കളിയാക്കാനിരിക്കുകയാണ്, വലിയ പ്രശ്നമാകും. അത് ഓർത്ത് നമ്മൾ പ്രത്യേക കാരണമൊന്നുമില്ല, എന്നാലും നമുക്കതിനെ ഓർത്ത് വല്ലാതെ നമ്മൾ ആങ്ഷ്യസ് ആയിട്ട് മാറുക. അപ്പോൾ നമുക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് വൈസ് നമ്മൾ ഓക്കെയാണ്, പ്രത്യേക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് തോന്നുകയാണ് മരിച്ചു പോകുമോ, എന്തെങ്കിലും ഗുരുതരമായ മാരകമായ രോഗം വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഒരു കാരണവും ഇല്ലാതെ നമ്മൾ കൂടുതൽ ആങ്ഷ്യസ് ആയിട്ട് മാറുക. അല്ലെങ്കിൽ ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായി, ഉദാഹരണമായി കുറച്ചൊന്ന് BP കൂടി, അല്ലെങ്കിൽ ഒന്ന് ഹെഡേക്ക് വന്നു, ഉടനെ തന്നെ നമുക്ക് തോന്നുന്നു ബ്രെയിനിൽ വല്ല ബ്രെയിൻ ട്യൂബറാണോ. ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് നമുക്ക് ഒരു കൂടുതൽ ആങ്ഷ്യസ് ആയിട്ട് മാറുകയാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ആങ്സൈറ്റി ചില സന്ദർഭങ്ങളിൽ ഒരു കാരണവുമില്ലാതെ നമ്മൾ കൂടുതലായി ആങ്ഷ്യസ് ആക്കുന്നുണ്ടെങ്കിൽ, ഇനി അടുത്തത് ഒരു ചെറിയ കാര്യമാണ് പക്ഷെ അതിനെ എക്സാജറേറ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ ആങ്ഷ്യസായി മാറുന്നുണ്ടെങ്കിൽ, ഇതൊരു സൈക്കിൾ പോലെ നമ്മളെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഇതൊരു വിഷസ് സൈക്കിളാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാനികരമായി ബാധിക്കാവുന്ന ഒരു സൈക്കിളാണ്. ചിലപ്പോൾ ഒരു ആങ്സൈറ്റിയിലായിരിക്കും നമ്മൾ തുടങ്ങുന്നത്, ഒരു പേടിയിലായിരിക്കും നമ്മളിതൊക്കെ തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ ആ ഒരു ആങ്സൈറ്റിയെ ഓർത്ത് കൂടുതൽ ആങ്സൈറ്റി ആവും,
അത് നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മളിപ്പോൾ ഹാർട്ട് റേറ്റ് കൂട്ടാം, ചിലപ്പോൾ നമ്മൾ കൂടുതൽ സ്വെറ്റ് ആവാം, ചിലപ്പോൾ ഒരു മരവിപ്പ് ഉണ്ടാവാം, അതിനെ ഓർത്ത് കൂടുതൽ ആങ്ഷ്യസ് ആവും. ഇതൊരു ചെയിൻ പോലെ ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടും. ഇങ്ങനെ ഇതെല്ലാം കൂടി വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും. ഈ ഒരു അവസ്ഥയാണ് ആങ്സൈറ്റി ഡിസോർഡറായി മാറുന്നത്, അല്ലെങ്കിൽ ആങ്സൈറ്റി നമുക്ക് ഹാനികരമായി മാറുന്ന അവസ്ഥ. മൂന്നാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ആങ്സൈറ്റി പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ചോയ്സ്, ഇറ്റ് ഈസ് എ ബ്രെയിൻ പ്രോഗ്രാമിങ്. ആർക്കും ഇത് ആഗ്രഹമില്ല, അവരുടെ ജീവിതത്തിൽ ഇത് വേണമെന്ന് ആരും ചൂസ് ചെയ്യുന്നതല്ല. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി മനസ്സിൽ നിന്ന് വന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ അത് ബ്രെയിനിൽ സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ഇങ്ങനെ ആങ്സൈറ്റി ഡിസോർഡറൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പലരും ഉപദേശിക്കാറുണ്ട്. അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടല്ലേ പ്രശ്നം, അങ്ങനെ ചിന്തിക്കാതിരുന്നുകൂടെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടെ? നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ചില ആൾക്കാരുണ്ടല്ലോ, അവരങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ആങ്ഷ്യസ് ആവുന്നത്? ഇത് കേൾക്കുമ്പോൾ തോന്നും ഇവർ ഈ ആങ്സൈറ്റി ഡിസോർഡർ അനുഭവിക്കുന്നവർ ഇത് എവിടുന്നോ തീരുമാനിച്ച് ചിന്തിച്ചെടുക്കുന്ന, അവരിങ്ങനെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന എന്തോ സംഭവമാണെന്ന്. പക്ഷേ സത്യത്തിൽ അതല്ല, ഇത് ഓട്ടോമാറ്റിക്കലായി സംഭവിക്കുന്നതാണ് അവരുടെ ബ്രെയിനിൽ നിന്ന്. ആങ്സൈറ്റിയുടെ ഒരു ബ്രെയിൻ ഉണ്ട്, ഒരു ബ്രെയിൻ സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പാണ് ആങ്സൈറ്റി ഉണ്ടാക്കുന്നതിന് കാരണം. ഇതൊരു പ്രോഗ്രാമിംഗ് ആണ്. ആങ്സൈറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന വ്യക്തിയുടെ ബ്രെയിനിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടാകുന്നത്? അതിന് ചില കാരണങ്ങൾ ബ്രെയിനിലെ അമിഗ്ദലയിൽ, കോർട്ടെക്സിലൊക്കെ നടക്കുന്ന ചില മാറ്റങ്ങളാണ്. അതാണ് ശരിക്കും ആ റാപ്പിഡ് റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. ആങ്സൈറ്റി ഡിസോർഡറിന് കാരണമായിരിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, അതും ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായും 3 ഫാക്ടേഴ്സാണ്. ഒന്ന് ജനറ്റിക് ഫാക്ടറാണ്, അതായത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജീനിൽ ഈ ഒരു ആങ്സൈറ്റി ഫാക്ടർ ഉണ്ടെങ്കിൽ അതൊരു കാരണമാവാം. രണ്ടാമത്തത് എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ്, അതായത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം നമുക്ക് ആങ്സൈറ്റിനെ ട്രിഗർ ചെയ്യുന്നതാണെങ്കിൽ, കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണെങ്കിൽ അത് അടുത്തൊരു ഫാക്ടറാണ്. മൂന്നാമത്തത് ലൈഫ് എക്സ്പീരിയൻസ് ആണ്, അതാണ് ട്രോമ. നമ്മുടെ കുഞ്ഞുനാളിലോ അല്ലെങ്കിൽ വലുതാവുന്ന സമയങ്ങൾ ഒക്കെ നമുക്കുണ്ടാവുന്ന ചില ദുരന്ത അനുഭവങ്ങൾ, നമ്മളെ പേടിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ആങ്സൈറ്റി ഡിസോർഡറിന് കാരണമായിട്ട് മാറാം. ഇങ്ങനെ ഏതായാലും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളുണ്ട് ബ്രെയിനിൽ, അതാണ് നമ്മളിൽ ഓട്ടോമാറ്റിക്കായ റെസ്പോൺസസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആങ്സൈറ്റി ഡിസോർഡർ അനുഭവിക്കുന്നവരെ ഒന്നുകൂടെ പറയാണ്, വളരെ എമ്പതറ്റിക് ആയിരിക്കണം. നമുക്ക് നമ്മളോടും എമ്പതി ഉണ്ടാവണം. നമുക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് എമ്പതി ഉണ്ടാവണം. സഹാനുഭൂതിയോടെ, സ്നേഹത്തോടെ നമ്മളെയും നമുക്ക് സമീപിക്കാൻ സാധിക്കണം. നാലാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സ്കോപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഈ ആങ്സൈറ്റി ഡിസോർഡർ അനുഭവിക്കുന്നവരിൽ തെറാപ്പിക്ക്, ട്രീറ്റ്മെൻറ്റിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ, എന്താണ് അതിൻ്റെ സ്കോപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബ്രെയിനിൽ നടക്കുന്ന പ്രോഗ്രാമിംഗ് ആണെന്ന് പറഞ്ഞു, അതുപോലെ ബ്രെയിനിലാണ് അതിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ഉണ്ടാക്കുന്നത്, ഓട്ടോമാറ്റിക് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നാം അപ്പോൾ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, എത്രമാത്രം കാര്യം ഉണ്ടാവും? പൊതുവേ ആങ്സൈറ്റി അനുഭവിക്കുന്നവരിൽ അത് വളരെ ക്രോണിക്കായിട്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും അതിൽ ട്രീറ്റ്മെൻറ്റിലും തെറാപ്പിയിലൊന്നും അത്ര കോൺഫിഡൻ്റ് അല്ല. കുറച്ച് കഴിയുമ്പോൾ അത് നിർത്താൻ വളരെ സാധ്യത കൂടുതലാണ്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം, ആങ്സൈറ്റി അനുഭവിക്കുന്നവരിൽ ട്രീറ്റ്മെൻറ്റിനും തെറാപ്പിക്കും വലിയ സാധ്യതയുണ്ട്. വളരെ ഇഫക്റ്റീവായി ട്രീറ്റ്മെൻറ്റും തെറാപ്പിയും വഴി മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ തെറാപ്പിയോടും ട്രീറ്റ്മെൻറ്റിനോടും നമ്മൾ കാണിക്കുന്ന അപ്രോച്ച് എന്താണ്, അതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതിലാണ് ഇതിൻ്റെ വിജയം ഇരിക്കുന്നത്. അതായത് ആങ്സൈറ്റി അനുഭവിക്കുന്ന പലരും വളരെ ക്വിക്കായ ഒരു ക്യൂറിന് വേണ്ടി പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ട്രൈ ചെയ്യും. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് വർഷങ്ങൾ കൊണ്ട് അവരുടെ ബ്രെയിനിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിങ് ഒരു മരുന്ന് കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു കൗൺസിലിംഗ് കൊണ്ടോ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിന് തിരിച്ച് ഒരു അൺലേണിംഗ് ഉണ്ടാവണം, തിരിച്ചൊരു പ്രോഗ്രാമിംഗ് ഉണ്ടാവണം, തിരിച്ച് നമുക്കതിനെ റീവൈറസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതിനുള്ള സമയം തെറാപ്പിസ്റ്റിന് ലഭിക്കണം, അതിനുള്ള സാഹചര്യം ഒരു സൈക്കാട്രിസ്റ്റിന്, നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറിന് ലഭിക്കണം. ഇപ്പോൾ ഇങ്ങനെയൊരു സമയം അവർക്ക് കൊടുക്കണം. അതിനോട് നിങ്ങൾ നന്നായി സഹകരിക്കണം. ഈ സഹകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് നമ്മൾ അതിനോട് എത്രമാത്രം പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മൾ എത്രമാത്രം അതിൽ എഫർട്ട് ഇടുന്നു, തെറാപ്പിസ്റ്റിൻ്റെ ഗൈഡൻസിൽ നമ്മൾ എങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നു, അതിന് കണക്കായിട്ടായിരിക്കും മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ഈ കാര്യത്തിൽ തെറാപ്പി എടുക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ആദ്യം അത് എന്ത് തരം ഡിസോർഡറാണ് എന്നൊക്കെ കറക്റ്റായി ഒന്ന് ഡയഗ്നോസ് ചെയ്യണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ തെറാപ്പി നിങ്ങൾ നന്നായി സഹകരിക്കണം. അങ്ങനെ കുറേ നാൾ തെറാപ്പിയിൽ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു റീവയറിങ് സംഭവിക്കും. അതുവഴി നിങ്ങൾക്ക് ആങ്സൈറ്റീനെ അതിജീവിക്കാൻ സാധിക്കും, റീവയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഇതിനുള്ള സ്കോപ്പ്.
ആങ്സൈറ്റി പ്രോബ്ലത്തിനെ നന്നായി അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമില്ല, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നതാണ് പലരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഒരുപാട് പേര് ഈ ആങ്സൈറ്റി ഡിസോർഡറിനെ വളരെ സക്സസ്ഫുള്ളായി അതിജീവിച്ചിട്ടുണ്ട്. തെറപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ, അവരുടെ നിരന്തരമായ പരിശ്രമം വഴി, അറിവുകൾ വഴി അവരിതിനെ അതിജീവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പലതരം ആങ്സൈറ്റികൾ വളരെ തീവ്രതയിൽ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതിനെ അതിജീവിക്കാൻ സാധിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തന്നെ സാധിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് പരിശ്രമിച്ചോ, തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ സക്സസ്ഫുള്ളായിട്ട് അതിജീവിക്കാൻ വേണ്ടി സാധിക്കും. എന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.